ഞാൻ ചാക്കോച്ചി അച്ഛൻ. കുറച്ച് നാളായി ഒരു ദേവാലയ നിർമ്മാണത്തിലാണ് കേട്ടോ. ആയുസ്സിൽ വളരെ വിരളമായി സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഈ നിയോഗ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആണെങ്കിലും അതിലൊരു സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ ഒരു ദേവാലയം നിർമ്മിക്കാമെന്ന് ചിന്തിച്ചപ്പോൾ എങ്ങനെ ദേവാലയം നിർമ്മിക്കണമെന്ന് എല്ലാവരോടും കൂടി തീരുമാനിച്ചു. ഒരു ട്രഡീഷണൽ മാതൃകയിലുള്ള പോർച്ചുഗീസ് മോഡലായ അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ വളരെ പ്രസക്തിയുള്ള രൂപഭംഗിയുള്ളൊരു മോഡലാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. കുരിശാകൃതിയിലാണ് ഈ ദേവാലയം കാണപ്പെടുക. ദേവാലയത്തിൻ്റെ വലതുവശത്ത് കർത്താവിൻ്റെ വിലാവിൻ്റെ വശത്ത് മാമോദീസ മുറിയും ഇടതുവശത്ത് കുമ്പസാര മുറിയും, അങ്ങനെ ഇത് കുരിശാകൃതിയിലാണ് ഈ ദേവാലയം കാണപ്പെടുന്നത്. പള്ളിക്കൊരു കണക്കുണ്ടെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ 13 സ്റ്റെപ്പുകളാണ് ദർഗ വരെ ഉള്ളത്. മോണ്ടളത്തിലേക്ക് കയറാൻ 3 സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് ദേവാലയത്തിനുള്ളിലേക്ക്, അഴിക്കകത്തേക്കൊന്ന്, ദേവാലയത്തിൻ്റെ പ്രധാന അൾത്താരയുടെ മുമ്പിൽ 7 സ്റ്റെപ്പുകൾ, 13ാമത്തെ സ്റ്റെപ്പ് ദർഗ. അങ്ങനെയാണ് അതിൻ്റെ ക്രമം. ട്രഡീഷണൽ മാതൃകയിൽ വളരെ പ്രസക്തിയുള്ള രൂപഭംഗിയാണ് ഈ ജനലിൻ്റെ ഈ ഗോത്തിക് മോഡലിലുള്ള രൂപഭംഗി. താഴത്തെ നിലയിൽ തടി കൊണ്ട് ജനലുകൾ ചെയ്തിട്ട് മുകളിലത്തെ നിലയിൽ കോൺക്രീറ്റ് കൊണ്ട് കട്ടളകൾ തീർക്കാൻ വേണ്ടി ഞങ്ങൾ എറണാകുളത്തേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ വാഹനം, ഞങ്ങളുടെ കമ്മിറ്റി അംഗത്തിൻ്റെ തന്നെ വാഹനമാണ്. അദ്ദേഹത്തിന് വീഡിയോ ഒന്നും വലിയ ഇഷ്ടമില്ല. ഇതാണ് ഞങ്ങളുടെ ട്രസ്റ്റി, ഇതാണ് ഫിനാൻസ് കോർഡിനേറ്റർ. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇടയ്ക്ക് KR ബേക്കറിയിൽ കയറി കേരളീയരുടെ പ്രിയപ്പെട്ട 2 ഏത്തയ്ക്ക ബോളി കഴിക്കുന്ന രംഗമാണിത്. പോകുന്ന വഴിക്ക് നമ്മുടെ കോൺട്രാക്ടർ പണിത കൊട്ടാരക്കുന്ന് എന്ന് പറയുന്ന ദേവാലയം കാണാൻ വേണ്ടി കയറി. ഞങ്ങൾ കണ്ട എല്ലാ യാക്കോബായ പള്ളികളിലും ഒരു ഷോ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അത് ദേവാലയത്തിൻ്റെ ഉയരം നമ്മുടെ കണ്ണിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ശബ്ദത്തിൻ്റെ മുഴക്കം ആ ദേവാലയത്തിനുള്ളിൽ കുറയ്ക്കുന്നതിന് വേണ്ടി സഹായകമാകുമെന്ന് ആർക്കിടെക്റ്റ് പറയുന്നു. നമ്മുടെ പല മലങ്കര കത്തോലിക്ക പള്ളികളിലും അൾത്താരയുടെ മുമ്പിലുള്ള സ്റ്റെപ്പ് മുറിച്ചിട്ട് അതിനുള്ളിലേക്ക് നമസ്കാരമേശ സ്ഥലം കിട്ടാൻ വേണ്ടി കയറ്റിയിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ദൈവാലയത്തിൻ്റെ ആഢ്യത്വം കുറയ്ക്കും എന്നാണ് പറയുക. ഞങ്ങൾ പോയി കണ്ട പള്ളികളിലൊന്നും അങ്ങനെ സ്റ്റെപ്പുകൾ മുറിച്ച് കയറ്റിയിടാത്തതുകൊണ്ട് തന്നെ അത് വളരെ ഒരു വലിയ വോളിയം ആൾക്കാരൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ആർക്കിടെക്റ്റിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ദേവാലയത്തിനുള്ളിൽ നടുക്കിടുന്ന ആ ഗ്രാനൈറ്റ് അല്പം വീതി കുറച്ചിട്ടാൽ എത്ര ചെറിയ ദേവാലയവും നല്ല നീളമുള്ള ദേവാലയമായി കാണപ്പെടുമെന്നാണ് പറയുന്നത്. അടുത്ത ദേവാലയ ചിന്തയുമായി വീണ്ടും കാണാം.